നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുങ്ങാട് US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൂറ്റനാടാണ്. പാലക്കാട് ജില്ലയിൽ തൃത്താല നിയോജകമണ്ഡലത്തിൽ കൂറ്റനാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് യൂണിറ്റിൻ്റെ വാർഷിക സമ്മേളനം കുടുംബസംഗമമാണ് ഇവിടെ നടക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃത്താല യൂണിറ്റ് അല്ലെങ്കിൽ തൃത്താല നിയോജകമണ്ഡലത്തിലെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സംഭവമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഈ യൂണിറ്റ് സംഗമത്തിൽ ഇവിടെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, ഈ നമ്മുടെ പ്രളയം, അതുപോലെ തന്നെ കോവിഡ്, അതുപോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വ്യാപാരികൾ അവരുടെ സ്വന്തം കാര്യം നോക്കുന്നതിന് പകരം അവരുടെ സ്വന്തം കാര്യം പോലും നോക്കാൻ പറ്റാത്ത വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും ഓരോ വ്യാപാരികളെയും വളരെ ദയനീയമായ സാഹചര്യത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കുടുംബത്തെ എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നതിലുപരിയായി ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സ്വന്തമായിട്ടുണ്ടായ ചില അനുഭവങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ പങ്കുവയ്ക്കാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഒരു വീട്ടിൽ ഈ കോവിഡ് കാലത്ത് ഒരു വീട്ടിൽ ക്വാറന്റൈനിലിരിക്കുന്ന ഒരു വീട്ടിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ അവരുടെ വീട്ടിൽ ഒരു കാരണവശാലും ഒരു തരത്തിലും വെള്ളം വരാൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ 150 മീറ്റർ ദൂരം കോൺക്രീറ്റ് റോഡിന് അടിയിലൂടെ വാട്ടർ കണക്ഷൻ എടുത്തുകൊണ്ട് ഒരു ഞായറാഴ്ച ദിവസം പൂർണ്ണമായും ലോക്ക്ഡൗൺ ആയിരിക്കുന്ന സമയത്ത് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ വിവിധ ആളുകളെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വ്യാപാരികളെ സമീപിച്ചു. നമുക്ക് ആവശ്യമായ പ്ലംബിംഗ് സാധനങ്ങളടക്കമുള്ള എല്ലാ സാധനങ്ങളും കട തുറന്ന് എടുത്തു തരിക മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്നുകൊണ്ട് ആ വീട്ടിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ സംഘടന നമ്മളെ സഹായിച്ചു. അവിടുത്തെ ഓരോ വ്യാപാരികളും സഹായിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാട്ടിലെ ഓരോ പ്രശ്നങ്ങളിലും ഞാനൊരു സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഊന്നി മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് അവരുടെ സംഘടനാ പരിപാടിയിൽ വെച്ചിട്ട് എനിക്ക് ഒരു മികച്ച മാധ്യമ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം തന്നതാണ്. ഓരോ കാര്യങ്ങളിലും സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങളിലും സമീപിക്കുമ്പോൾ നമ്മളെ ഈ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ ബാലേട്ടൻ മുതൽ നമ്മുടെ ഗുഡ് ലൈറ്റ് അബുക്ക മുതൽ ഒരുപാട് പേരെടുത്ത് പറയാനില്ല, ഞാൻ ചിലരെ പേര് പറയാൻ വിട്ടുപോകും. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അഭിമാനമായിട്ടുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനം. ഇപ്പോൾ തന്നെ ഇൻഷുറൻസ് മറ്റുള്ള എവിടെയും നമ്മൾ കാണാത്ത രീതിയിൽ വ്യാപാരികൾ നമ്മളുടെ ഓരോ അംഗങ്ങൾ മരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖങ്ങൾ വരിക അപകടത്തിൽ പെടുക ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് തന്നെ വളരെ മാതൃകാ പ്രവർത്തനം നടത്തുകയാണ്. ഏതെങ്കിലും ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ മാത്രം നടക്കുന്ന സന്തോഷമല്ല, 365 ദിവസം എല്ലാവരും ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് കഴിയണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയിട്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ട് വ്യാപാരി സമൂഹത്തിനെ മൊത്തം അവരുടെ കുടുംബത്തിനെ മൊത്തം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക്, ഈ കുടുംബ സംഗമത്തിന് US മീഡിയ ന്യൂസിൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. താങ്ക് യു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജില്ലാ ഭാരവാഹി ബാബു കോട്ടയിൽ, യൂണിറ്റ് ഭാരവാഹി ആയിട്ടുള്ള രണ്ടുപേരെ എല്ലാവരും നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് യൂണിറ്റിൻ്റെ അടുത്ത 2 വർഷക്കാലത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് യോഗമാണ് ഇന്ന് കാലത്ത് ഇവിടെ പൂർത്തീകരിച്ചത്. 2026-28 കാലയളവിലേക്ക് കൂറ്റനാട് യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായി ശ്രീ KR ബാലേട്ടനെയും യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായി TP ഷക്കീറിനെയും അതുപോലെ തന്നെ ട്രഷററായി സുധീറിനെയും യോഗം തെരഞ്ഞെടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ 40 വർഷമായി കൂറ്റനാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഈ 40 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ആഘോഷവും വാർഷിക ആഘോഷ ചടങ്ങാണ്. അതായത് കുടുംബാംഗങ്ങളെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് കുടുംബാംഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുള്ള ഒരു കലാവിരുന്നാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം 40 വർഷക്കാലയളവിൽ ഈ യൂണിറ്റിന് നേതൃത്വം കൊടുത്തിട്ടുള്ള 10ഓളം വരുന്ന മുതിർന്ന നേതാക്കളെ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പം ഒന്നിച്ചിരിക്കാനുള്ള ഒരു വേദിയായി ഇന്ന് ഈ അരനേരം ഏകോപന സമിതി അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കുടുംബാംഗങ്ങൾക്ക് ഒന്നിച്ചിരിക്കുന്ന അവസരം വ്യാപാരികളെ സംബന്ധിച്ച് അപൂർവമായി മാത്രം ലഭിക്കുന്നതാണ്. അത്തരമൊരു മികച്ച പദ്ധതിയാണ്, മികച്ച ഒരു അവസരമാണ് കുട്ടനാട്ടിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വം ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ 40 വർഷക്കാലത്തെ ചരിത്രം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന ഈ സംഘടന ഈ മേഖലയിൽ കച്ചവടക്കാരൻ്റെ സംഘടന എന്നതിലുപരി ഈ നാടിൻ്റെ തന്നെ ഏറ്റവും മികച്ച ഒരു സംഘടനയായി മാറാൻ കഴിഞ്ഞത്
വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക രംഗത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. പ്രധാനമായും വ്യാപാരികളുടെ മാത്രമല്ല ഈ നാട്ടിലെ മുഴുവൻ അവശത അനുഭവിക്കുന്നവരും വേദനിക്കുന്നവരുമായിട്ടുള്ള ആളുകളിലേക്കൊക്കെ ഓരോ ഘട്ടങ്ങളിലും അവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് നിന്നിട്ടുള്ളത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. നേരത്തെ സൂചിപ്പിച്ച കോവിഡ് പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം ഉൾപ്പെടെ 2018-ലെയും 2019-ലെയും പ്രളയം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള നിരവധിയായ ദുരന്തങ്ങൾ, ഈ ദുരന്തമുഖത്തെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു നാമമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന ഈ സംഘടനയ്ക്ക് മാറാൻ കഴിഞ്ഞത് ഏകോപന സമിതിയുടെ ഈ 40 വർഷക്കാലം ഇതിനെ നയിച്ച നേതൃത്വത്തിൻ്റെ നേതാക്കളുടെ ദീർഘവീക്ഷണവും അവരുടെ പ്രവർത്തനങ്ങളുമാണ്. ഇപ്പോൾ ഈ യൂണിറ്റ് ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും മികച്ച ഒരു പ്രവർത്തനമാണ് വ്യാപാരികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ. ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ, മരണപ്പെട്ടാൽ 10 ലക്ഷം രൂപ നൽകുന്ന പദ്ധതി ഉൾപ്പെടെ വളരെ ചെറിയ തുകയ്ക്ക് വലിയ സേവനങ്ങളും സാമൂഹ്യ സുരക്ഷയും ഒരുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഏകോപന സമിതി ഇവിടെ നടപ്പാക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യാപാരികൾക്ക് നൽകുന്ന ധനസഹായങ്ങൾ പലിശയില്ലാതെ വായ്പ നൽകിക്കൊണ്ട് ഏകദേശം 1.5 കോടിയോളം രൂപയാണ് കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് 50ഓളം വ്യാപാരികൾക്ക് നൽകാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞത്. പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജ് NBA അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലായി 1000-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചുവരുന്നു. ഈ അക്കാഡമിക് വർഷം മുതൽ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പുതിയ ബ്രാഞ്ച് ആരംഭിക്കുന്നു. NAC അംഗീകാരം ലഭിച്ച ശ്രീപതി കോളേജിൽ അതിനൂതന സാങ്കേതിക വിദ്യകളോട് കൂടിയ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സൗകര്യപ്രദമായ ലൈബ്രറി, പരിചയസമ്പന്നരും വിദ്യാർത്ഥി സൗഹൃദവുമായ ഫാക്കൽറ്റികൾ, കൂടാതെ വിവിധ ആഡ് ഓൺ കോഴ്സുകളിലൂടെ നിങ്ങളുടെ ടാലന്റിനെ സക്സസിലേക്ക് ഉയർത്താൻ അവസരങ്ങൾ ഒരുക്കുന്നു. അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 7902835555.